പത്തനംതിട്ട പെരുനാട്ടിലെ CITU പ്രവർത്തകൻ ജിതിന്റെ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകം തന്നെ എന്ന് ആവർത്തിച്ച് CPIM. കേസിലെ രണ്ടാം പ്രതി നിഖിലേഷ് CITU പ്രവർത്തകൻ എന്ന ജിതിന്റെ അമ്മയുടെ നിലപാട് CPIM തള്ളി. കൊലപാതകത്തിന് ഉത്തരവാദികൾ BJP RSS പ്രവർത്തകരാണ്. പ്രതികളിൽ രണ്ടുപേർ കുറച്ചുകാലം DYFIയിൽ പ്രവർത്തിച്ചവരാണെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം മനസ്സിലാക്കിയപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. ഇതിനകത്ത് പ്രതികളായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാർ അവർ നേരത്തെ RSS പ്രവർത്തകരായിരുന്നു. 2022 എന്ന് വെച്ചാൽ 3 വർഷം മുമ്പ് അവർ കുറച്ചു കാലം DYFIയിൽ വന്നു. അവിടുത്തെ യൂണിറ്റ് ഭാരവാഹികളായിട്ടാണ് അവർ രണ്ടുപേരെയും അന്ന് വെച്ചത്. അവർ വന്ന് കഷ്ടിച്ച് 2-3 മാസം DYFIയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവർ അവിടുത്തെ ഈ മയക്കുമരുന്ന് മാഫിയ പ്രവർത്തനങ്ങൾ, അവിടുത്തെ സാമൂഹിക പ്രവർത്തനങ്ങൾ അത് കൈവിടാൻ അവർ തയ്യാറായില്ല. ഞങ്ങൾ അന്ന് തന്നെ പിന്നീട് അവരെ പരിപാടിക്ക് വിളിച്ചിട്ടില്ല. RSSനോ BJPക്കോ അവിടുത്തെ BMSനോ ഇതിനകത്തുനിന്ന് കൈ കഴുകാനുള്ള യാതൊരു രക്ഷയും ഉണ്ടാകത്തില്ല. കൈ കഴുകി രക്ഷപ്പെടാൻ എന്ന് ഒരു കാരണവശാലും കഴിയില്ല.